ഇത് നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ: വഴുതനങ്ങ, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളാണ് കേട്ടോ വെജിറ്റബിളായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് വഴുതനങ്ങ നന്നായിട്ട് ക്ലീനാക്കി വെള്ളം പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടി ഒന്ന് കട്ട് ചെയ്യാം. സവാള, തക്കാളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വഴുതനങ്ങ. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നീട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് പയ്യെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടിക്ക് നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങി. ഇനി ഇതൊക്കെ നമുക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. ഞാനിത് മെയിനായിട്ട് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്താൽ മതി. ഇനി നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. എന്നാലാണ് അത് എന്ത് മസാലയൊക്കെ വഴുതനങ്ങയിലേക്ക് പിടിക്കത്തുള്ളൂ. ഇത് ശരിക്കും നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അത് ഇപ്പം നമ്മളും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സാധാരണ ഹിന്ദിക്കാർക്കാണ് കൂടുതൽ ഇത് ഉണ്ടാക്കി കഴിക്കാറ്. ഗുജറാത്ത് സൈഡിലേക്കൊക്കെയാണ് കൂടുതൽ ഇത് ഉണ്ടാക്കാറ്. ഇത് മല്ലിയിലയാണ്. ഇത് സാമ്പാർ മല്ലിയാണ്. അതൊരു 2 കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മതി. നമ്മൾ മൂടലൊന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇടയ്ക്കിട്ട് കൊടുക്കണം. അതോടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ഏറ്റവും സൂപ്പർ. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.